അഞ്ചലിൽ ഇരട്ടക്കുട്ടികളെയും യുവതിയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിലായിട്ടുണ്ട്. CBI ആണ് പ്രതികളെ പിടികൂടിയത്. മുൻ സൈനികരാണ് പ്രതികൾ. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒരു കേസാണ്, എൻ്റെ നാട്ടിലൊരു കേസാണ്. കാരണം ഒരു പ്രബലമായ ഒരു കുടുംബത്തിലെ വ്യക്തികളാണ്, അംഗങ്ങളാണ് ഈ പ്രതികൾ എന്നുള്ളത് കൂടിയാണ്. ശ്യാം പ്രസാദ്, അങ്ങനെ 18 വർഷക്കാലം ഇവർ എവിടെ പോയിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം CBI പിന്നാലെ ഉണ്ടായിരുന്നു ഈ കേസിൽ. ഇപ്പോൾ പ്രതികൾ എവിടെ നിന്നാണ് പിടിയിലായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജിഷ്, അതായത് 18 വർഷക്കാലക്ക് മുമ്പ് ഈ കൊല്ലത്ത് നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഈ പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ അവരുടെ 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളായിട്ടുള്ള 2 പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയ സംഭവം. അതിൽ 2 സൈനികരെയാണ് പോലീസ് പ്രതിയായിട്ട് കണക്കാക്കിയത്. പിന്നീട് ഈ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അതിനുശേഷമാണ് CBIയിലേക്ക് എത്തുന്നത്. അന്ന് CBIയുടെ ചെന്നൈ യൂണിറ്റാണ് ഈ ക്രൈം കേസുകൾ അന്വേഷിക്കുന്നത്. അങ്ങനെ CBIയുടെ ചെന്നൈ യൂണിറ്റ് ഈ കേസ് അന്വേഷിക്കുകയും 2 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയുമായിരുന്നു. ദിവിൽ കുമാർ അതോടൊപ്പം തന്നെ രാജേഷ് എന്നീ 2 പ്രതികളാണ് ഇവരെ കൊലപ്പെടുത്തി കടന്നു കളഞ്ഞത്. ഇവർ ആദ്യഘട്ടത്തിൽ രാജ്യം തന്നെ വിട്ടിട്ടുണ്ടാകും എന്നതായിരുന്നു CBIയുടെ നിഗമനം. പിന്നീട് ഇവർക്ക് വേണ്ടിയിട്ട് ഇനാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ ആ ഘട്ടത്തിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിലാണ് വീണ്ടും CBI ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ അന്വേഷണങ്ങൾ നടത്തുകയും തുടർന്ന് ഇവരെ പോണ്ടിച്ചേരിയിലുണ്ട് എന്ന് മനസ്സിലാക്കുകയുമായിരുന്നു. പോണ്ടിച്ചേരിയിൽ ഇവർ മറ്റൊരു മേൽവിലാസത്തിൽ മറ്റൊരു ആധാർ കാർഡ് എടുത്ത് ഇവർ താമസിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ തന്നെ 2 അധ്യാപകരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരിലും ഇവർക്ക് കുട്ടികളും മറ്റുമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ മറ്റൊരു ജോലിയും ഇവർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് ഈ ചെന്നൈ CBI യൂണിറ്റ് ഇവരെ പിടികൂടുന്നത്. ഇവരെ പിടികൂടി ഇപ്പോൾ കൊച്ചിയിലെ CJM കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. മറ്റ് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ കടക്കും. 18 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം മാത്രമല്ല, കേരളത്തെ ആകെ നടുക്കിയ ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. നടുക്കിയ ഒരു സംഭവമാണ്. വലിയ ഞെട്ടലോടുകൂടി അന്ന് ഈ അരുങ്കൊല, 2 കുഞ്ഞുങ്ങൾ, ഒരു യുവതി, ആ അരുങ്കലെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ, അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം വാർത്തയായതാണ്.